നമ്മുടെ 1377 എപ്പിസോഡാണ്. ഞാൻ എപ്പിസോഡൊന്നും ചെയ്യാതെ ഒരു യാത്രയിലാണ്. ഇങ്ങോട്ടൊന്നും ആയിക്കോട്ടെ, ഒരു അടുത്ത സിനിമയുടെ വർക്ക് ചെയ്തതാണ്. പക്ഷേ ഇന്നൊരു വാർത്ത പെട്ടെന്ന് യാദൃശ്യമായിട്ട് കാണാനിടയായി. ഞാൻ ഈ യുദ്ധത്തെക്കുറിച്ചോ ആധിപത്യത്തെക്കുറിച്ചൊക്കെ പറയാം, പക്ഷേ എൻ്റെ വർക്കിനെ കുറിച്ച് പിന്നെ ഞാനിന്ന് മൂന്നാറിൽ വീണ്ടും കുറേ മലയാളികളെ തല്ലി ചതച്ചിരിക്കുന്നു. നിങ്ങൾ മൂന്നാറുകാർ വിചാരിക്കരുത്, എവിടുന്നോ തേയിലത്തോട്ടം സംരക്ഷിക്കാൻ വേണ്ടി ആരോ ഇവിടെ കൊണ്ടുവന്ന നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരെ പലപ്പോഴായി തല്ലി ചതയ്ക്കുന്നു. നിങ്ങൾ ഞാൻ ഫ്രാങ്കായിട്ട് പറഞ്ഞല്ലോ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്നവർ അതിനൊക്കെ വലിയ അരമ്പ് കാണിക്കുന്നത് തമിഴന്മാരോടാണ് പറയുന്നത്. ഞങ്ങളുടെ ഈ തേക്കടി കുമളിയിലൊക്കെ ഇതിനൊക്കെ വലിയ തമിഴന്മാരും ഞങ്ങളുടെ കുമളി പഞ്ചായത്ത് 50% തമിഴിൽ 50% മലയാളികളുള്ളതാണ്. ഇവിടെ ഒന്നും ആരും ജാതി ബേസിലോ വർഗീയ ബേസിലോ സംസ്ഥാന ബേസിലോ ഒന്നും ആരും തമ്മിൽ തല്ലിട്ടില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാണ്. നിങ്ങൾ പക്ഷേ ഇപ്പോൾ പലപ്പോഴായി കുറേ സ്ത്രീകളെ തല്ലുന്നു, ആണുങ്ങളെ ക്രൂരമായി തല്ലുന്നു. നിങ്ങൾ ഈ തല്ലുമ്പം ഓർക്കണം, അത് കേസും കോപ്പൊക്കെ ആയിട്ട് പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ ചതവേക്കുന്നുണ്ട്, അവന് ഇടി കൊണ്ടവനുണ്ട്. നിങ്ങളെയൊക്കെ ഇവിടെ കിട്ടും. നിങ്ങൾ ഈ വരുന്നവരും പോകുന്നവരൊക്കെ തല്ലാൻ നിന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഇരട്ടി പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് എനിക്കറിയാലോ. എൻ്റെ കൂട്ടുകാർ പട്ടാളക്കാർ വന്നപ്പം പോലീസുകാരും വന്നപ്പം നിങ്ങൾ തേക്കടി കൊള്ളുകയില്ല, നിങ്ങൾ ഇവിടുത്തെ ഒരു മാനായിരം, ഈ തേക്കടിയില്ല മാനായിരം, അവൻ നായിൻ്റെ മൂന്നാറുകാരനായിരുന്നു. അവൻ ഇവിടുന്ന് ഉള്ള എൻ്റെ കൂട്ടുകാരെ മൂന്നാറ് ഭയങ്കര സെറ്റപ്പാണ്, അവിടെ ജീപ്പൊക്കെ ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞാൽ 2000 രൂപ ഒരു ട്രിപ്പിന്. അത് 9 പേരുണ്ട്, 3 ട്രിപ്പ് ഒപ്പിച്ചു. എൻ്റെ അമ്മമാർ തെണ്ടി തകർന്ന് ഇവിടെ വന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു മൂന്നാറിൽ നിന്ന്. കുറേ തേയിലത്തോട്ടം കാണാം. ഇവിടെ തേയിലത്തോട്ടം ഉണ്ട് തേക്കടിയിൽ, ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. നിങ്ങളിതിനെ തകർക്കാൻ വേണ്ടി ഒത്തിരി വാർത്തകൾ, വ്യാജ വാർത്തകൾ പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഗൈഡുകളും കൂട്ടിക്കൊടുക്കില്ലടോ, കഞ്ചാവ് വിൽക്കില്ലടോ, അമ്മരെ പുറത്താക്കും. അതായത് എന്താണെന്ന് പറയാമോ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗൈഡ് കൂടുതലുള്ളവർ പുറത്താക്കും, ഡ്രൈവർമാരെ പുറത്താക്കും. അവർ സ്വയം ആരെങ്കിലും വലിച്ചാൽ കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു ഗസ്റ്റിൻ്റെയും ഭാര്യമാരെ ചൂണ്ടാനോ പിടിക്കാനോ പുറകെ നടക്കാനോ അവരെ കൊണ്ട് ഇതിനൊന്നും നോക്കില്ല, ഒളിഞ്ഞു നോക്കില്ല ഒരു ലോഡ്ജിലും. പക്ഷേ നീക്ക് മൂന്നാറിൽ കാണിക്കുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ നീക്കിപ്പോൾ തല്ലുക, ഗുണ്ടായ്സ എടുക്കുക, നിൻ്റെയൊക്കെ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് നീയൊക്കെ വേറെ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ തേയിലെന്നുള്ള വന്നവന്മാർ ഞങ്ങളുടെ ആൾക്കാരെ ഇപ്പം 1 വർഷത്തിനകം എല്ലാം വെളിച്ചത്ത് ഈ മൊബൈലുള്ളതുകൊണ്ട് വരുന്നത്. നീയൊക്കെ 10-15 കൊല്ലം മുമ്പ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം കേട്ടോ. നീയൊക്കെ മൂന്നാറിൽ നിന്ന് പിന്നെ വെളിയിലിറങ്ങാൻ പറ്റാതാവും. മൂന്നാറെന്ന് പറഞ്ഞൊരു സ്ഥലമൊന്നും ഒരിക്കലും അന്ന് ജയലളിത ഉണ്ടാക്കി വെച്ചാൽ അതങ്ങോട്ട് കിട്ടുമെന്നും പറഞ്ഞു ഒരു കോപ്പും കിട്ടില്ല. ഞങ്ങൾ പ്രതികരിക്കാനൊക്കെ അറിയാം, കാരണം ഞങ്ങളും പ്രതികരിക്കും. പിന്നെ നിങ്ങളുടെ തമിഴ്നാടിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ട. ഇങ്ങനെ പറഞ്ഞ് ഞാൻ അറസ്റ്റിലാവും, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ പച്ചക്കറിയും കോപ്പൊക്കെ ആ മുല്ലപ്പെരിയാർ സമയത്ത് അവിടെ കെട്ടിക്കിടന്നുവെച്ച് നിങ്ങൾ ചീഞ്ഞളിഞ്ഞ കാലം ഓർക്കണം. ഞങ്ങളുടെ കേരളം ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്തുണ്ടാക്കിയാലും നിങ്ങൾ ലാസ്റ്റ് ഞാൻ പോയതാണ്, ദൈവം പോലെ എന്നെയും കരുതിയില്ലോ. ഞാൻ എൻ്റെ മക്കളും കൂടെ പോയതാണ്. കാരണം നിങ്ങൾ അങ്ങനെയൊന്നും അംഗീകരിക്കേണ്ട. പിന്നെ ഇതൊക്കെ വലിയ വിഷയം. ഞങ്ങളുടെ ഒരാണിനെയോ ഒരു പെണ്ണിനെയോ അവിടെ തല്ലുകയോ എന്തെങ്കിലും ചെയ്താൽ നീയൊക്കെ വിചാരിക്കുന്ന ഞങ്ങളൊരു 3.5 കോടിയോ 4 കോടി ജനങ്ങളുള്ളൂ, നീയൊക്കെ 6.5 കോടി ഉണ്ടെന്നും പറയണ്ട. നിൻ്റെയൊക്കെ ഒരു വിജയിയോ അവൻ സിനിമയുടെ ഏതോ സ്ക്രിപ്റ്റായിട്ട് എഴുതി വെച്ച സ്ക്രിപ്റ്റ് കൊണ്ട് വന്ന് ഭരിക്കുന്ന 6 മാസം കാണട്ടെ. ഞാൻ ആ സാറിൻ്റെ കൂടെ തന്നെയാണ്. അയാൾ ചെയ്ത ഉപകാരമൊക്കെ മാറുന്ന ഇവിടെയും പിണറായി വിജയനൊക്കെ നല്ല കുറേ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ മാറുന്ന വെച്ചാൽ ജാതിയുടെ വർഗത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ എല്ലാം വിവരിച്ച് എനിക്ക് കോൺഗ്രസിനോട് നല്ല അഭിപ്രായം കേട്ടോ. നല്ല രീതിയിൽ ഭരിക്കുമെന്ന് എനിക്കറിയാം. ഇടതുപക്ഷത്തിൻ്റെയൊക്കെ അഹങ്കാരം ഇങ്ങനെ ആക്കിയത് നല്ല രീതിയിൽ കിട്ടും. പക്ഷേ നീയൊക്കെ ഈ കാണുമ്പോൾ മുക്കിട്ട് ഞങ്ങൾക്കിട്ട് ഇടിച്ച മൂന്നാറെന്നുള്ള പേര് പറഞ്ഞ് നിങ്ങൾക്കൊന്നും കേരളത്തിലല്ല, ഞങ്ങൾ കർണാടകയിലും കാണിച്ചു തരാം. ഞങ്ങളൊക്കെ വിചാരിച്ച കർണാടകയിൽ ഇറങ്ങില്ല, കേരളത്തിൽ ഇറങ്ങില്ല, ഞങ്ങൾക്ക് മൂന്നാറ് വെളി വിട്ട് ഇറങ്ങില്ല. അതെൻ്റെ ഒരു പേഴ്സണൽ വെല്ലുവിളിയാണ്. കേസും കോപ്പൊക്കെ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് മൂന്നാറിൽ വരുന്ന ഒരുപാട് പെണ്ണുങ്ങളെ ഉപയോഗിച്ചു, ഒരുപാട് ആണുങ്ങളെ ഉപയോഗിച്ച് തല്ലി ഒരുപാട് പേരെ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ തല്ലുന്നുണ്ട്. തല്ലിയും പിന്നെ ലോഡ്ജിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ട്.
ഇവിടുത്തെ കുറവന്മാരെ മൂന്നാറിൽ കൊണ്ടിട്ടിട്ട് അമ്മമാർ ഇവിടെ വരുന്ന ഗസ്റ്റിന് വരുന്നതിന് മുമ്പേ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ലയം കൊടുത്തേച്ച് 2000 രൂപ വാടക മേടിക്കുന്നുണ്ട്. ഇവിടെ കഞ്ചാവ് കൊടുക്കുന്നുണ്ട്, അവിടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട കേട്ടോ. മേത്ത് കൈവെക്കരുത്. ഞങ്ങളുടെ ഒരാളുടെ മേത്ത് കൈവച്ചാൽ നിങ്ങളൊക്കെ പറയും പണ്ടും മലയാളി കൊലയാളി എന്ന്. ഞങ്ങൾ ഒരു ശല്യത്തിനും വന്നിട്ടില്ല, ബംഗാളി വന്നിട്ടില്ല. കാരണം ബംഗാളികൾ ചെയ്യുന്ന നമുക്ക് മനസ്സിലായി. ഇവിടെയും തമിഴ്മാരുണ്ട്, കേരളത്തിലുണ്ട്. ഞങ്ങൾ വേണമെന്ന് നോക്കും അവിടെ ഉള്ളവരെ. നിങ്ങൾ കാവേരി പോയി പ്രശ്നത്തിന് അടി കൊണ്ട് വന്നൊക്കെ അറിയാം. ഞങ്ങളൊക്കെ മോശമൊന്നുമില്ല. ഞങ്ങളുടെ ഒരാളെ തല്ലല്ല, കൈവെക്കരുത്. കൈവച്ചാൽ എൻ്റെ എല്ലാ ഡീറ്റെയിലും എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. നീ ഞങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. വന്നാൽ നിൻ്റെ നാട് വിട്ട് ഇറങ്ങാൻ പറ്റിയല്ല. ഞാൻ നാട് വിട്ടൊക്കെ ഇറങ്ങും, നിൻ്റെ നാട്ടിൽ വരും. വെല്ലുവിളിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇപ്പം 6 മാസത്തിന് 5ാമത്തെ പേരെയാണല്ലോ നിങ്ങൾ തല്ലുന്നത്, ഫേസ്ബുക്കിലൊക്കെ ഉണക്കുന്നത്.